എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നീതു, പ്രത്യാശ ഹോമിയോപ്പതി ക്ലിനിക് കേച്ചേരി. PCODയുടെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അതായത് നമ്മുടെ അണ്ടാശയങ്ങൾ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണിനും പുറമെ മെയിൽ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജനും വളരെ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ PCODയുടെ കണ്ടീഷൻ വരുമ്പോൾ ആൻഡ്രോജൻ്റെ അളവ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അണ്ടോൽപാദനം കൃത്യമായി നടക്കാതെ വരികയും പൂർണ്ണ വളർച്ചയെത്താത്ത അണ്ടങ്ങൾ നമ്മുടെ അണ്ടാശയത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും PCOD ഉണ്ടെങ്കിൽ നമുക്കും PCOD വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അമിതവണ്ണമുള്ള സ്ത്രീകളിലും PCOD വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊരു കാരണം വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ കോശങ്ങൾ ഇൻസുലിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവും അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവും കൂടുതലായിട്ട് വരികയും ഇത് ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആൻഡ്രോജൻ കൂടുതലായിട്ട് വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു റീസണായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ PCOD ഉള്ള പേഷ്യൻസിൽ കണ്ടുവരുന്നത്.